അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ പഠിപ്പിച്ച പാരൻസ് അങ്ങനെ എങ്ങാനും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ചെക്കൻ നിങ്ങളെ കെട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല, മുങ്ങിക്കളയും, പേടിച്ചിട്ട് മുങ്ങിക്കളയും. അപ്പോൾ സെക്ഷലി വരുമ്പം പറയുക, അതിന് ഞാൻ വില്ലിങ് അല്ല. കാരണം ഇതൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അറിയാതെയുണ്ട്. അബോഷൻ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് അബോഷൻ നടത്തി കൊടുക്കില്ല. അപ്പോൾ വിചാരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലെന്ന്. പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് എവിടെയായുള്ളത് അവരാരും നടത്തി കൊടുക്കില്ല. പിന്നെ അത് കേസായിത്തീരും. അപ്പോൾ ആ ചെക്കൻ ചിലപ്പോൾ അകത്ത് പോവും, ജയിലിൽ പോവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഓർക്കുക, കല്യാണത്തിന് മുന്നേ നിങ്ങൾ സെക്ഷലി പോകുന്നത് തെറ്റാണോ? ഇങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട്. പെണ്ണിന് 18 വയസ്സിന് ചെറുപ്പമാണെങ്കിൽ ചെക്കൻ പോക്സോ കേസിൽ ജയിലിൽ പോവും. അതിനിപ്പോൾ ഈ പെണ്ണ് എത്ര കാല് പിടിച്ചാലും എനിക്ക് ആ ചെക്കനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോലും റൂൾസ് അനുസരിച്ച് ചെക്കനെ ജയിലിൽ തന്നെ കൊണ്ടുപോകും. പിന്നെ അവൻ ജയിലിൽ കിടന്ന് ഇത്ര വർഷമെന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞ് തിരിച്ച് വന്നാലേ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ 18 വയസ്സ് കഴിയുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോകരുത്. കാരണം സെക്ഷുവൽ അറ്റാച്ച്മെൻറ്റ് ചെക്കനായാലും പെണ്ണിനും വരും. അപ്പോൾ നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുക. നമ്മുടെ ബോഡി അവർ സെക്ഷുവലി ടച്ച് ചെയ്യുമ്പം പറയുക, ഇതിന് ഞാൻ വില്ലിങ് അല്ല. നിങ്ങളെ സ്നേഹിക്കാം, ഓക്കെയാണ്. ഇതൊക്കെ കല്യാണത്തിന് ശേഷമൊന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആൺകുട്ടികൾക്ക് നമ്മളെ പെൺപിള്ളേരെക്കാളും കുറച്ച് എല്ലാത്തിനും ഒരു ടെൻഡൻസി കൂടുതലാണ്. അവർക്ക് സെക്ഷുവലി ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വേണം നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ അവരോട് പറയണം, നമുക്ക് അതിന് ഏജ് ആയില്ല, അതിനൊക്കെ ഒരു ഏജ് ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു കാര്യം ഓർക്കുക, കോണ്ടവും ഐപില്ലും സേഫല്ല. ഹോസ്പിറ്റലിൽ അബോഷൻ നടത്തി കൊടുക്കില്ല. നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും നടത്തി കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഇല്ലീഗലാണ്. നമ്മുടെ സർക്കാർ അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പലരും പല കുട്ടികളെയും പ്രസവിച്ച് കഴിയുമ്പോൾ അവിടെ എവിടെയും ഇട്ടിട്ട് പോകുന്നത്. നമ്മൾ കേൾക്കുന്നില്ലേ? പക്ഷേങ്കിൽ അമ്മത്തൊട്ടിലിട്ടിട്ട് പോയി. അതുകൊണ്ടാണ് ഇല്ലീഗലായ കേസായതുകൊണ്ട്. നിങ്ങളുടെ പൈസ ഉണ്ടോ? നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ എനിക്കിങ്ങനെ ഞാൻ പ്രസവിച്ചു എന്ന്? നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പോലീസിനെ, നിങ്ങളറിയാണ്ട് പോലീസിനെ അറിയിക്കും. അപ്പോൾ എന്തായി? നാട് മൊത്തം നാറും. അപ്പോൾ അതിനേക്കാളും നമ്മൾ സ്വയം നമ്മളെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഓർക്കുക. പലരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്, സെക്ഷലി ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് പറയുമായിരിക്കും, ഓ ചെയ്തോടി, അതിനൊന്നും പ്രശ്നമില്ല എന്ന്. ഒരു കാര്യം വരുമ്പോൾ ഈ ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പ്രഗ്നൻ്റ് ആയാലും നിങ്ങളുടെ കുട്ടീനെ അവരെ വയറ്റിൽ വയ്ക്കുക ഇല്ല. ഒരു കാര്യം വന്നാൽ അവർ മുങ്ങും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹം വേറെ, സെക്സ് വേറെ എന്ന് ചിന്തിക്കുക. പിന്നെ സ്നേഹം, ആൺകുട്ടികൾക്ക് ഒരാളോട് ഇത്ര സമയം എന്ന് വെച്ചാൽ സ്നേഹമില്ല. എല്ലാവരും ഇല്ല കേട്ടോ, ഞാൻ പറയുന്നത് അവരുടെ ഹോർമോണെന്ന് വെച്ചാൽ അവർക്ക് വേറൊരു പെണ്ണിനെ കണ്ടാലും ഒരു അട്രാക്ഷൻ ഒന്ന്, മുന്നേക്കുന്ന പെണ്ണിനോട് അട്രാക്ഷൻ മനുഷ്യനാണ്, അതിപ്പോൾ ആണിനായാലും പെണ്ണിനായാലും. എന്നാലും പെൺപിള്ളേർ കുറച്ചുകൂടെ കൂടുതൽ ആൺപിള്ളേരെ വിശ്വസിച്ച് സ്നേഹിക്കും. പക്ഷേങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിയെ വേറൊരാളിലേക്ക് സ്നേഹിക്കാൻ പോകും, അല്ലെങ്കിൽ നിങ്ങളത് ബ്രേക്കപ്പ് ആക്കും അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, ആൺകുട്ടികൾ അവരുടെ സ്നേഹം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കഴിവതും നിങ്ങൾ നല്ലൊരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടുകാരുമായിട്ട് നടത്താൻ ശ്രമിക്കുക. പിന്നെ കല്യാണം വലിയ സംഭവമാക്കി നടത്തുന്നതിനോട് ഞാൻ പറയില്ല, ഞാൻ എതിരാണ്. കാരണം വെറുതെ കുറേ 5-6 ലക്ഷം മുടക്കി കല്യാണം നടത്തി എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മുടെ തന്നെ ബന്ധുക്കളെ വിളിച്ച് ചെറിയൊരു ഫംഗ്ഷൻ നടത്തി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാവരും ബാക്കി അറിഞ്ഞോളുമല്ല. കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ 100,000 ഫുഡ് കൊടുക്കണം, അതിന് കുറ്റം, നാട്ടുകാരെ കുറ്റം, ബസ്സിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കുറ്റം, എന്തെല്ലാം കുറ്റങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ അതിനോട് എതിരാണ്. പിന്നെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത്. നമ്മുടെ കുറച്ച് ബന്ധുക്കളെ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനോട് എനിക്കെതിരുള്ളൂ, എനിക്ക് താല്പര്യമുള്ളൂ. എതിരല്ല, താല്പര്യമുള്ളൂ. മറ്റേ പൈസ എത്രയോ പാവപ്പെട്ട കുട്ടികൾ അനാമന്ദിരത്തിലൊക്കെ ഉണ്ട്. ആ പൈസ ഞാൻ പറയുന്നവർക്ക് പൈസയായിട്ട് കൊടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. അവർക്ക് അരിയായിട്ടും സാധനങ്ങളായിട്ടും ഫ്രൂട്ട്സായിട്ടും ആ കുട്ടികളുടെ കയ്യിലെത്തട്ടെ.
ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ എത്തുമ്പോൾ ആ കുട്ടികൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെ ആ ഒരു പൈസ വെറുതെ മിസ്യൂസ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ ഒരു നല്ല പുണ്യകർമ്മം ചെയ്യട്ടെ എന്നാണ്. ഇങ്ങനെ കല്യാണമൊക്കെ വലിയ ആഡംബരം കാണിക്കേണ്ട ആവശ്യമില്ല. ആഡംബരം ചെറുതായിട്ട് വിളിച്ച് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ചുറ്റിനും കുറച്ച് ആൾക്കാരുണ്ടാവില്ല, അവരെയൊക്കെ വിളിച്ച്, അല്ലാണ്ട് എൻ്റെ ദൈവമേ ലോകത്ത് കിടക്കുന്ന ജനങ്ങളെ മൊത്തവും വിളിച്ച് എവിടെ നിന്നില്ലാത്ത മുക്കി തെറിച്ച ബന്ധുക്കളെയും വിളിച്ച് എന്താവശ്യത്തിന് വെറുതെ പൈസ കളയാനുണ്ട്. നമ്മളടുത്ത ബന്ധുക്കളും വീടിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ അത് മതി. അത്രയൊക്കെ മതി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒരു ചെക്കൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പറയുക. നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കുക. അതിലാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ ഓരോ ടൈമും വാല്യൂ ഉള്ളതാണ്. ഓരോ നിമിഷങ്ങൾ അത് വെറുതെ ഫോണിൽ കളിച്ചും വെറുതെ ഓരോരുത്തരോട് ചൊല്ലിക്കൊണ്ടിരുന്നിട്ടും ഒരു കാര്യവുമില്ല. നമ്മൾ ആ സമയത്തിരുന്ന് പഠിക്കുക. എന്തെല്ലാം പഠിക്കാനുണ്ടെന്നറിയോ? നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കുക. പിന്നീട് നിങ്ങൾ ഓർക്കുക, ഒരുത്തൻ തേച്ചിട്ട് പോകുമ്പോൾ ഓർക്കുക, അവന് വേണ്ടി ഞാൻ എൻ്റെ സമയം മൊത്തം കളഞ്ഞില്ലേ, എന്താവശ്യത്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇരുന്ന് നല്ലോണം ചിന്തിക്കുക. പോയ സമയമൊന്നും നമുക്ക് തിരിച്ചു കിട്ടാനില്ല. നിങ്ങൾ പഠിക്ക്, ഒരു ജോലി നേട്. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. ഒരു ജോലി അത്യാവശ്യമാണ് പെൺപിള്ളേർക്ക്. ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും ഹസ്ബൻഡിൻ്റെ മുന്നിൽ നമ്മൾ കൈനീട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഹസ്ബൻഡ് പോലും വില തരുള്ളൂ. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് ഒന്നും പറയില്ല. അവർ നമ്മുടെ തലയിൽ കയറില്ല. ഇല്ലെങ്കിൽ നമ്മളവിടെ പട്ടിയെ പോലെ കിടക്കേണ്ടി വരും. എല്ലാവരും ഹസ്ബൻഡും അങ്ങനെയാണെന്നെല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് ഉള്ളവർ. അപ്പോൾ നിങ്ങൾ പഠിക്കുക, പഠിത്തം മെയിനായിട്ട് കൊണ്ടുപോവുക, ഒരു ജോലി നേടാൻ ശ്രമിക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തെക്കുറിച്ച് മാത്രം സെർച്ച് ചെയ്യുക. ഒരാൾ വിളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ടൈം വയ്ക്കുക. എന്നിട്ട് പറയുക, ഞാൻ കട്ടാക്കുന്നു, എനിക്ക് സമയമില്ല എന്ന് പറയുക. എൻ്റെ വീട്ടിൽ നിന്ന് തരില്ല, ഇങ്ങനെയെങ്കിലും പറഞ്ഞത് വയ്ക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് തരില്ല, എന്നെ അത് കൺട്രോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലെങ്കിൽ അവർ പിന്നെയും വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ടും ആർക്ക് വേണ്ടിയിട്ടും, ഇപ്പോൾ ഫ്രണ്ട്സ് തന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്തുണ്ടെടി വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പറയുക, എടി വീട്ടിൽ നിന്ന് കൺട്രോൾ ആടി, ഫോണൊന്നും എടുക്കാൻ വിടില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പരമാവധി എല്ലാവരെയും സ്കൂളിൽ നിന്ന് കണ്ടതല്ലേ നിങ്ങൾ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, എന്താ ഇനി മാത്രം പറയാനിരിക്കുന്നു? ഒന്നും പറയാനില്ല. ചുമ്മാ ഇരുന്ന് പറഞ്ഞ് ഈ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്ന ഇപ്പിൽ കാല് വരുന്നവരുണ്ട്. ഫ്രണ്ട്സിന് വാല്യൂ കൽപ്പിക്കണമെന്നല്ല, നമ്മൾ പരമാവധി ഒരു ഗ്യാപ്പ് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സ് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഒരുപാട് അടുപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തല്ലിപ്പിരിയാം. അപ്പോഴും നമ്മളെ വീട്ടുകാരെ നമുക്കുണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഹോർമോൺ. ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നല്ല, ചില ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അതൊക്കെ കാലക്രമേണേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ പഠിക്കുക. വെറുതെ ആർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിത്തത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുക. എനിക്ക് ഇന്ന ജോലി വേണം എന്ന് നിങ്ങളിപ്പോഴേ ചിന്തിച്ചു തുടങ്ങുക. എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് ഇന്ന ലക്ഷ്യത്തെത്തണം. ആ ലക്ഷ്യത്തിൻ്റെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക. എനിക്കിപ്പോൾ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ആ ഡോക്ടറിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ റിസ്ക് എടുക്കണം, എന്തൊക്കെ കുറിച്ച് പഠിക്കേണ്ടി വരും. ആ ബുക്സുകളൊക്കെ ലൈബ്രറിയിലൊക്കെ കിട്ടും. പിന്നെ ഇല്ലെങ്കിൽ ഇപ്പം നമ്മളതിൽ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈലും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പോയിൻ്റ് ദിവസം നമ്മുടെ മെമ്മറിയിലിരിക്കും. നമ്മുടെ മെമ്മറി കമ്പ്യൂട്ടറിനേക്കാളും വലുതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക, നല്ല ജോലി നേടുക. വെറുതെ ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓരോരുത്തർക്കും ഒരു ടൈം വെച്ചിട്ട് അവരോട് മിണ്ടുക. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ഫ്രണ്ട്സിനെ വയ്ക്കുക നിങ്ങൾ. അപ്പോൾ ഒരാളിലേക്ക് ഒതുങ്ങില്ല. ഒരുപാട് ഫ്രണ്ട്സിനോട് സംസാരിക്കുക. അപ്പോൾ ഒരാളിലേക്ക് ലവ് അങ്ങ് പോവില്ല. നിങ്ങൾക്ക് ഒരു പെങ്കൊച്ചിനെ ലവൊക്കെ വരേണ്ടത് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട്. ആ ഒരു സമയത്തെ അതൊരു ജെന്യുവിനായിട്ടൊരു ലവ് വരുള്ളൂ. ലവ് വരുന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം ഓർക്കുക, അത് നമ്മളെ കുടുംബത്തിന് ചേരുന്നതാണോ. പൈസ കൊണ്ടല്ല, ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്വഭാവം. വല്ല സൈക്കോനൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരാളിനോട് മിണ്ടാൻ പാടില്ല, ഒരു കുടുംബത്തിലെ ഒരാളോട് മിണ്ടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെയാണെങ്കിൽ പരമാവധി നിങ്ങൾ തുടക്കത്തിൽ ആ ബന്ധം വേണ്ടാന്ന് തന്നെ വയ്ക്കുക.
വന്ന് കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആങ്ങളേനെ മിണ്ടാൻ പാടില്ല. എനിക്ക് തന്നെ അറിയാം പല കുടുംബത്തിൽ. ആ കുടുംബത്തിൽ പെണ്ണിൻ്റെ കുടുംബത്തിലുള്ള ചെക്കനോട് ആ കുടുംബത്തിൽ ഒരു ചെക്കനോടും, അവൾ ആങ്ങളെ ആയിക്കോട്ടെ, അവൾ അച്ഛനായിക്കോട്ടെ, അവളെ മാമനായിക്കോട്ടെ, ആരോടും മിണ്ടാൻ പറ്റാത്ത പെൺപിള്ളേരുണ്ട്. അറിയോ? അത് സൈക്കോളാണ്. അങ്ങനെയുള്ളവരൊക്കെ കിട്ടി നിങ്ങൾ കുടുങ്ങരുത്. അതുകൊണ്ട് തുടക്കത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള ചെക്കനാണെങ്കിലും എന്നോട് സ്നേഹം കൊണ്ട് അവൻ അങ്ങനെ മിണ്ടരുതെന്ന് പറയുന്നതെന്ന് ചിന്തിക്കരുത്. അത് സൈക്കോയാണ്. പിന്നീട് നിങ്ങളെ ദുഃഖിക്കും. നിങ്ങളുടെ അമ്മാവൻ്റെ ഒപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അമ്മാവനോട് മിണ്ടിയാൽ അമ്മാവനെ വെച്ച് പറയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ സൈക്കോ ആണ് അവർ. അവർ സ്വന്തം കൗൺസിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായി? അങ്ങനെയുള്ള ആണുങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് കോട്ടം തെറ്റുന്ന ഒരു ബന്ധങ്ങളിലും ചെന്ന് നിങ്ങൾ ചാടരുത്. പഠിക്കുക. നിങ്ങൾ ചെറിയ കുട്ടികളായാലും നിങ്ങൾ പഠിക്കുക. അറിയാത്ത നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കുക. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോസുമായിട്ട് വരും. കാരണം നിങ്ങൾക്കൊരു ഇഷ്യൂ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ പാടില്ല. സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങളെ ഒരു ഇഷ്യൂ വന്നാൽ ഫസ്റ്റ് പോയി പറയേണ്ടത് നിങ്ങളുടെ പാരൻസിനോട് മാത്രമായിരിക്കണം. ഫ്രണ്ട്സിനോട് പറയരുത്. പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അവരത് പുറത്ത് ലീക്കാക്കും. പറയാത്തത് നിങ്ങളുടെ പാരൻസ് മാത്രമായിരിക്കും. അടി കിട്ടുമായിരിക്കാം നിങ്ങൾക്ക്. നിങ്ങളെ പാരൻസിനോട് അത് പറയുക. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പാരൻസിനോട് തുറന്നു പറയുക. ശരിക്കും അടി കിട്ടുമായിരിക്കും. എന്നാലും വേണ്ടില്ല. പുറത്തവരാരോടും പറയില്ല. ഒരു ഫ്രണ്ടിനോട് പറഞ്ഞാൽ ചിലപ്പോൾ നാട് മൊത്തം അറിഞ്ഞെന്നിരിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും, പറഞ്ഞു തരുന്നതായിരിക്കും. കുട്ടികളെല്ലാം എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. നിങ്ങൾക്കുള്ള കുറേ ടിപ്പുമായിട്ട് ഞാൻ വരും.